ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ തോന്നാത്ത അത്ര മൂഡൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പം എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ചൊന്ന് റെഡി ആവുകയാണ്. റെഡി ആവുകയെന്ന് വെച്ചാൽ ഒരു കണ്ണു എഴുതും പൊട്ടും തൊട്ടും. ഇത് സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്തിട്ടെങ്കിലും എൻ്റെ മൂഡൊന്ന് മാറ്റിയെടുക്കാമോ എന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നനഞ്ഞ മുടി ചീകരുതെന്ന് എല്ലാവരും എന്നോട് പറയും. പക്ഷേ എനിക്കെന്തോ ഞാൻ കട്ടിക്കൊന്നും അല്ല കേട്ടോ ചെയ്യുന്നതെന്ന് സ്മൂത്തായിട്ടേ ചീകി കൊടുക്കുന്നുള്ളൂ. ചീകി കൊടുത്തില്ലെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര തലവേദന എടുക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ മാത്രം തോന്നലാണ്. പക്ഷേ എനിക്ക് അത്ര നല്ല ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഒന്ന് ചീകിയിട്ട് ഒന്നുകൂടെ തോർത്തിയിട്ട് മുടി കെട്ടി വെക്കുന്നതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി എടുത്ത് പുറത്ത് വെക്കാൻ പോവാണ്. ഇപ്പം തണുപ്പായതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ നനച്ചിട്ട തുണിയാണ്. അപ്പോൾ അത് ഇന്നൂടെ പുറത്ത് വെച്ചാൽ മാത്രമേ ഉണങ്ങി കിട്ടൂ. രാത്രി ഞാൻ ഇതെല്ലാം എടുത്തങ്ങ് അകത്ത് ഇടാറുണ്ട് കേട്ടോ. കാരണം അറിയാലോ, തണുപ്പായതുകൊണ്ട് പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ നല്ല നനഞ്ഞങ്ങോട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്താൻ പോവാണേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിളക്കും തട്ടും ഒക്കെ ഒന്ന് വാഷ് ചെയ്യുവാണ്. ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന അതേ സിങ്കിൽ വെച്ച് തന്നെയാണ് കഴുകുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം സിങ്കിൽ വീഴ്ത്താതെ നോക്കാറുണ്ട് കേട്ടോ. അപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ശീലിച്ച് വന്നത്. അതായത് വിളക്ക് തേക്കുന്നതിന് ഒരു സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മ അങ്ങനെ വേറെ നമ്മളുടെ യൂസിനൊന്നും അമ്മ സമ്മതിക്കത്തുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ വിളക്ക് തേച്ചിട്ടാണ് കേട്ടോ വിളക്ക് കൊളുത്താറുള്ളത്. അത് എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെയാണോ എന്നറിയത്തില്ല. പക്ഷെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വിളക്കൊക്കെ തേക്കുന്നത്. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്തോ എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കില്ല കേട്ടോ. പണ്ട് മുതലേ ശീലിച്ച് വന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ ദിവസവും വിളക്ക് തേച്ചിട്ടാണ് കേട്ടോ കൊളുത്താറുള്ളത്. പിന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് തേഴ്സ്ഡേ ആണ്. ചേട്ടൻ ഓഫീസിൽ പോയി. പിന്നെ രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ, അതായത് വാക്യൂമിങ്ങും ഒക്കെ. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. വിളക്ക് കൊളുത്തിയിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് മൂഡ് ഓഫ് ആവുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ ബെഡിൽ തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേ. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കട്ടെ. സമയത്ത് അങ്ങനെയാണ് കേട്ടോ, വിശന്നിങ്ങനെ എന്താ പറയുക, അണ്ടകടാകമൊക്കെ കത്തി തുടങ്ങണം എന്നാൽ മാത്രമേ എനിക്ക് ആ ചൂട് കയറും കേട്ടോ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. എന്തോ ഒരു രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു മൂഡ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ച് മൂഡൊക്കെ വന്നു തുടങ്ങി. ഞാൻ വേഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, സ്മൂത്തിയാണ്. ഒന്നാമത്തെ റീസൺ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ റീസൺ എൻ്റെ കയ്യിൽ പഴം ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഈ ആഴ്ച കൊണ്ട് തീർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സ്മൂത്തി ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കുടിക്കട്ടെ കേട്ടോ. സമാധാനമായി. ഭയങ്കരമായിട്ട് വിശന്നു. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഒരു റൗസിൽ ടൗൺ സെൻ്ററിൽ ഒരു ഒപ്പോട്ടോ എന്നെന്തോ, അതോ ഒപ്പോട്ടോ എന്തോ അങ്ങനത്തെ ഒരു കട. ഇവിടുന്ന് ഞങ്ങളൊരു പുൾഡ് ചിക്കൻ വാങ്ങിച്ചിട്ട്, ചിക്കനും ചിപ്സും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഐറ്റം. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2 പേർക്കും ക്രേവിങ്സ് തോന്നി. അപ്പം 7 മണിയാകുമ്പോൾ ആ കട അടയ്ക്കും. ഞങ്ങൾ ക്രേവിങ്സ് തോന്നിയത് 6:35. അപ്പോൾ ചേട്ടൻ ഇവിടുന്ന് ഓടി, ഞാനും തിരുമ്പ് പുറവിനോടി കൃത്യം 7 മണിക്ക് മുന്നേ അവിടെ എത്തി. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പക്ഷേ അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നടക്കാനൂടെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് നല്ലതായിട്ട് വിശന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം ഇന്ന് നന്നായിട്ടങ്ങ് വിശന്നു കേട്ടോ. അപ്പോൾ ശരി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കട്ടെ. ഇന്ന് നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നലത്തേനേക്കാളും കുറച്ചുകൂടെ തണുപ്പ് ഇന്ന് കൂടുതലാണ്. ബൈ ദ വേ, ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും
അതൊരു വെറ്റിനറി ഹോസ്പിറ്റലാണേ. അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ മാറ്റി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല തണുപ്പ് കേട്ടോ. ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടു. ഞാൻ 11 മണിയായി. ഇന്നൊന്നും ചെയ്യാൻ തോന്നാത്ത ഒരു സിറ്റുവേഷൻ. ഈ വെതറിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ബ്ലെയിം ചെയ്യണമല്ലോ. നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ ഗുഡ്, നല്ല വെതർ. ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് പഠിക്കണം. പിന്നെ ജോബ് അപ്ലൈ ചെയ്യുവാണ്. ജോബിന് അപ്ലൈയിങ് മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. ജോബൊന്നും കിട്ടുന്നില്ല, ഭയങ്കര പാട്. അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു എടുത്തുചാട്ടത്തിന്, അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി എനിക്ക് ഓവർ വർക്ക് പ്രഷർ തന്നപ്പോൾ ഞാനൊരു എടുത്തുചാട്ടത്തിന് റിസൈൻ ചെയ്തതാണ്. റിസൈൻ ചെയ്തു ഇൻ ദ സെൻസ്, എനിക്കൊരു കോൺട്രാക്ട് റോളായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു, ഞാൻ റെഡി അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു എടുത്തുചാട്ടത്തിന് വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പം ഞാൻ ജോബ്ലെസ്സായിട്ട് ഇരിക്കുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു ജോബിൽ ലാൻഡ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എൻ്റെ വിസ ഒരു ഇഷ്യൂ ആണ്. എനിക്ക് PR ഇല്ല. എൻ്റെ ടെമ്പററി വിസ ആയതുകൊണ്ട് തന്നെ പെർമനൻറ്റ് ജോബ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് കോൺട്രാക്ട് റോളേ കിട്ടൂ, അതും കുറച്ച് പാടാണ്. പിന്നെ ഈ ഒരു ഫീൽഡ് അല്ല കേട്ടോ എനിക്കിഷ്ടമുള്ള കാര്യം. എനിക്ക് വേറെ എന്തോ ആണ് ചെയ്യാനിഷ്ടം. ഇത് ഞാൻ പഠിച്ചത് കൊണ്ട് ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയൂ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ ഐ വോണ്ട് ടു ഡു സംതിങ് എൽസ്. അതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ട ആ ജോബ് എന്താണെന്ന് എനിക്കിപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് പിടിച്ചേക്കണ്ടേ, നമുക്ക് ഏർണിങ്സ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫീൽഡിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇപ്പം തൽക്കാലത്തേക്ക്. സമയം 1:40 അപ്പം എനിക്ക് വിശക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നലത്തെ ലഞ്ച് ഇന്നത്തേക്ക് കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നലത്തെ ലഞ്ച് കുറച്ച് നല്ലതായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ തന്നെ തീർത്തു കേട്ടോ. പിന്നെ ചേട്ടന് ഇന്ന് കൊടുത്തുവിടാൻ കുറച്ചുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ക്വിക്കായിട്ട് ഒരു എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഇട്ടൊരു റൈസ്. ഇന്നലെയും വെജിറ്റബിൾ ഇട്ട റൈസ് തന്നെയായിരുന്നു, പക്ഷെ അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ കുക്കറിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഇന്നലെ ഞാൻ നോർമൽ രീതിയിലാണ് വെച്ചത്, പക്ഷേ ഇത് ഞാൻ കുക്കറിൽ വെക്കാൻ പോവാണ്. കണ്ട വെജിറ്റബിൾസ് ഒക്കെ വാരിയിടുക, റൈസ് ഇടുക, കുക്കറിൽ ഒരു വിസിലേൽപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ച കേട്ടോ. ഒരുമാതിരി ഇരിക്കുന്ന എൻ്റെ മുടി, ഒരുമാതിരി ഒരു അനുസരണ ഇല്ലാത്ത പോലെ. എന്നാൽ കേളിയാണോ അതുമല്ല, സ്ട്രെയിറ്റ് ആണോ അതുമല്ല, വേവി ആണോ അതുമല്ലാത്തൊരു വല്ലാത്തൊരു. അതുകൊണ്ട് ഞാൻ മുടി കെട്ടിവെച്ചു കേട്ടോ. അപ്പം വിസിൽ വന്നിട്ടുണ്ട്, ഒരു വിസിൽ കേട്ടു. അപ്പം ഇനി മൊത്തം സ്റ്റീം പോകുന്നത് വരെ ഞാൻ താഴെ ഞങ്ങളുടെ
ലെറ്റർ ബോക്സ് വല്ല ലെറ്റേഴ്സും വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു 3 മാസമെങ്കിലും ആയി കാണും അത് തുറന്നിട്ട്. ഞാനായിരിക്കും ലാസ്റ്റ് തുറന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ വക കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് വലിയ ഇൻട്രസ്റ്റുമാണ്. അപ്പം ഞാനത് പോയി നോക്കട്ടെ. ലെറ്റേഴ്സ് അങ്ങനെ ഒന്നും വരത്തില്ല. വല്ല ബാങ്കിൽ നിന്നും വരുമായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ വല്ല കാലണ്ടേഴ്സോ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസസ് അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒന്ന് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ അതൊരുമാതിരി ഇങ്ങനെ കുന്നുകൂടി കിടക്കും. അപ്പം അത്രയും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. നോക്കാൻ പോവാണേ. ഇത്രയും ലെറ്റേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സാണ് വന്നേക്കുന്നത്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്കിൽ നിന്നും പിന്നെ അല്ലാത്ത കുറച്ച് അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പ്ലംബർ, ഇലക്ട്രീഷ്യൻ അങ്ങനത്തെ ഇത് മാത്രമാണ്. അല്ലാതെ നമുക്ക് ലെറ്റേഴ്സ് എഴുതാൻ എന്നാലും ഇതൊക്കെ പൊട്ടിച്ച് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ലെറ്റേഴ്സൊക്കെ. അപ്പം ഇത് പ്ലംബിങ്, ഇത് മാത്രമേ ഉള്ളൂ ബാങ്കിൻ്റെ. ഇത് ഇത്രയും ബാങ്കിൻ്റെയാണ്. ഇതെന്താണ്? ഫോർ യുവർ ഹോം, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, എന്താണ് യുവർ റെനോവേഷൻ. കണ്ട, ഇതൊക്കെ മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തങ്ങ് കളയുന്നത്. എങ്ങാനും വല്ല ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഉണ്ടോ എന്നതുകൊണ്ടാണ്, എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പൊട്ടിക്കുന്നത് കേട്ടോ. ഇതും പ്ലംബറിൻ്റെ ആണ്. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ടിൻ്റെ. വെൽക്കം ടു ദ വെരി ഫസ്റ്റ്. ഓക്കെ, ചേഞ്ചസ് ഓഫ് ബസ് റൂട്ടോ. ഓക്കെ, ഇതെവിടെ ഇരുന്നോട്ടെ. അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം കളയാൻ ഉള്ളതാണ്. ഇത്രയും കളയാനുള്ള ഐറ്റംസാണ് കേട്ടോ. സോറി, ഇതൊഴിച്ചു. പിന്നെ ഇത് ബാങ്കിൻ്റെ. ഇതും മിക്കപ്പോഴും കളയാനുള്ളത് തന്നെയാണ്. പിന്നെ ചേട്ടൻ വന്നിട്ട് തീരുമാനിക്കട്ടെ. ഇതെല്ലാം ചേട്ടൻ്റെ ആണോ? എൻ്റെ അല്ലല്ലോ. ഇതെൻ്റെ അല്ല, ചേട്ടൻ്റെ ആണ്. ഇതാണ് സിറ്റുവേഷൻ. ബാസ്മതി റൈസ് വെന്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കറിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പരിശീലിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ചെയ്തു വരുന്നേ ഉള്ളൂ. എനിക്ക് അത്ര അറിവില്ല ഇതിനെപ്പറ്റി, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ റൈസ് എടുത്തു. അപ്പോൾ അതിന് വേണ്ടുന്നത്ര വെള്ളം ഞാൻ വെച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് വെന്തില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്ന് ഉള്ളത് എനിക്കറിയത്തില്ല. സോ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിക്കും. അപ്പോൾ നോക്കാം ചാറ്റ് ജി പി ടി എന്ത് സൊല്യൂഷനാണ് തരുന്നതെന്ന്. അപ്പോൾ ചാറ്റ് ജി പി ടി പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് വേവിക്കാൻ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. വിസിൽ ഏൽപ്പിക്കരുതെന്നും പറഞ്ഞു കേട്ടോ. എങ്ങനെയായി വരുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. പിന്നെ എൻ്റെ ഈ അറിവില്ലായ്മയിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഞാൻ ആദ്യമായിട്ടാണ് കുക്കർ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ കുക്കറില്ലാതെ ആണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയും കുക്ക് ചെയ്യാമല്ലോ. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ഇപ്പോഴാണ് പഠിച്ചു വരുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേവ് കുറയുകയും കൂടിയൊക്കെ ചെയ്തെന്നിരിക്കും. ഇതാവുന്നത് വരെ ഞാൻ ഈ ഒരു ഉണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണ് നട്ട്സൊക്കെ വെച്ചിട്ട്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് നമുക്ക് അടക്കാൻ പറ്റും. സോ അത് കഴിക്കാൻ പോവാണ് ഞാൻ. അങ്ങനെ ചാറ്റ് ജി പി ടി പറഞ്ഞ സൊല്യൂഷൻ വർക്കായിട്ടുണ്ട്. റൈസൊക്കെ വെന്ത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഇന്നത്തെ വെജ് റൈസ്, അങ്ങനെ എന്തോ ഒരു സാധനം, വെജ് റൈസ്. പിന്നെ ഇത് ഇന്നലത്തെ ചിക്കൻ കറി. ഞാൻ വേഗം പോയി കഴിക്കട്ടെ, നല്ല വിശപ്പ്. സമയം ഇപ്പം 2:30 കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ 2 ഓറഞ്ച് കഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കേടായ ഓറഞ്ച് എടുത്ത് കളഞ്ഞേ. കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ ഫുള്ള് പച്ചയായി, അതിൽ പച്ച പൗഡർ പോലത്തെ സാധനങ്ങളൊക്കെ വന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കേട് കൂടിയ ഒരു ഓറഞ്ച് കാണുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് വേറെ ഏതോ ഒരു ഫ്രൂട്ടാണ്, കാരണം പച്ച കളറിലൊക്കെ ഇരിക്കുമല്ലേ. ഞാനത് വലിയ അടുത്ത് ഇങ്ങനെ എടുത്ത് തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം പൗഡറൊക്കെ, ആ പച്ച മോൾഡിൻ്റെ ആ പൗഡറൊക്കെ ആയി. പിന്നെ ഞാനെടുത്ത് കളഞ്ഞ് കൈയൊക്കെ അങ്ങ് നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകി കേട്ടോ. അപ്പം അങ്ങനത്തെ ഓറഞ്ച് ഞാൻ കണ്ടു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിയതാണ്. അതും ഞാൻ പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ്. ഈ ആഴ്ചയ്ക്കുള്ളിൽ എനിക്കത് തീർക്കണം. ഇത് ഇത്രയും കൂടെ ഉണ്ട്. സമയം 6 മണിയായി. ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഡിന്നർ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇന്ന് ബ്രെഡ് ടോസ്റ്റും ചിക്കൻ പാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച റൈസും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എനിക്ക് ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല. ചേട്ടൻ വന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ ചേട്ടന് മാത്രം ഇത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോഴേ കഴിക്കുന്നില്ല കേട്ടോ, കാരണം എനിക്കിപ്പം വിശക്കുന്നില്ല. കാരണം ഞാൻ ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരമല്ലേ ആയുള്ളൂ. അപ്പം എനിക്ക് വിശക്കുന്നില്ല. അപ്പം ഞാൻ അതുവരെ ഒരു ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ ക്രോഷ്യ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പം നാട്ടിൽ പോയപ്പം ഞാൻ കുറേ ക്രോഷ്യ യാണ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുള്ള് വലിയ തിക്നെസ് കൂടിയ യാണ്. പിന്നെ ഇത് തിക്നെസ് കുറഞ്ഞ യാണ്. അങ്ങനെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും പുറത്തെടുക്കുന്നില്ല, കാരണം ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ കുറേ കളേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഇനിയെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു കീ ചെയിൻ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ ആടുകളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾ ക്ലോത്ത് ഉണ്ടാക്കാം. പിന്നെ ഇതുണ്ടല്ലോ ഫ്ലവർ വേസൊക്കെ വെച്ചിട്ടുള്ള പൂക്കൾ, അതുണ്ടാക്കാം. സൺഫ്ലവറിൻ്റെ പൊക്കെ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ യാണ് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കും എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ ടേപ്പും എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇത്. ഞാൻ എൻ്റെ ക്രോഷ്യ വീഡിയോ ചെയ്യുമ്പം കുറേ പേര് അതിൽ ഇത് ട്യൂട്ടോറിയലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ പോലും വേറെ ട്യൂട്ടോറിയൽ നോക്കിയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഐഡിയ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ ഒരു ഇതും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ലെവൽ എത്തുമ്പോൾ മേ ബി എനിക്ക് ട്യൂട്ടോറിയലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് എനിക്ക് ട്യൂട്ടോറിയൽ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഹാർട്ടിൻ്റെ കീ ചെയിനാണ്. ഇതിന് മുന്നേ ഞാനൊരു ഹാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ സംഭവം. അതിലൊരു കീ ചെയിൻ്റെ സംഭവം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കീ ചെയിൻ്റെ ചെയിൻ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സെറ്റ് ഞാൻ നാട്ടിൽ വെച്ച് വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരു ഹാർട്ടിൻ്റെ കീ ചെയിൻ ഉണ്ടാക്കിയാലോ എന്ന് കേട്ടോ. സമയം 7:15. എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. ക്രോഷ്യ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, പകുതിക്ക് വെച്ച് ഞാൻ നിർത്തേണ്ടി വന്നു. കാരണം ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട്. എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, യാണ് കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മൂഡ് പോയി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഡിന്നർ കഴിക്കട്ടെ, വിശക്കുന്നു. എൻ്റെ ഡിന്നർ ആവുന്നതേ ഉള്ളൂ. ഒന്നുമില്ല, ഉച്ചയ്ക്കത്തെ ഫുഡ് മാത്രം കേട്ടോ. അതായത് ഈ
റൈസും പിന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ പാൻ ഫ്രൈ ചെയ്തതും അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് കഴിക്കണം, എന്തെങ്കിലും വീഡിയോ കാണണം, ഉറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ക്രോഷ്യ ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇതെന്താണ് ഇതൊക്കെ മാറ്റിയിട്ട് പറയാം. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!